ഞാൻ രക്ഷിച്ച തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് രാവിലെ പുലർച്ചെ 3:45 വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തി. പക്ഷെ ഭയങ്കര ഇതായിരുന്നു. ആദ്യമായിട്ടാണ് EFT ട്രെയിനിനെ കുറിച്ച് കേട്ടതും. ഞങ്ങള് പുറത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ EFT ഇങ്ങനെ ട്രെയിനിങ് എനിക്ക് അച്ഛനാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫേസ്ബുക്കിൽ നിന്ന് ഒരു ലിങ്ക് ഇട്ടത്. ഇട്ട വഴിക്ക് ഞാൻ കയറി നോക്കിയപ്പോൾ ഞാൻ അച്ഛനോട്ട് നമുക്ക് എന്തായാലും പോകണമെന്ന്. അച്ഛനക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാനിങ്ങനെ രണ്ടുപേരും പ്ലാൻ ചെയ്ത് പോന്നു. ഒരാളും കൂടി ഉണ്ടായിരുന്നു, ആൾക്ക് വരാൻ പറ്റിയില്ല. പോന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ്, ഇത് എന്താവും, ഞങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന്. പക്ഷെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല എഫക്റ്റീവ് ആയിരുന്നു. എനിക്ക് ഒരു 3-4 ദിവസമായിട്ട് വലിയ ടെൻഷനൊന്നും എടുക്കാത്ത ആളാണ് ഞാൻ ലൈഫിൽ. എനിക്ക് എന്തോന്നാലും ഞാൻ നല്ല ഈസി ആയിട്ട് കൊണ്ടുപോകുന്ന ആളാണ് പണ്ട് തൊട്ടിട്ട്. പിന്നെ സൈക്കോളജി പഠിച്ചപ്പോൾ കുറച്ചും കൂടി എല്ലാം ഈസി ആയിട്ട് എടുക്കുന്ന ഒരാളായിരുന്നു. എന്നെ നല്ല രസം. പക്ഷെ എനിക്കിപ്പോ പേഴ്സണൽ ലൈഫിൽ കുറച്ച് പ്രശ്നം വന്നു. 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പം ഇത്തിരി ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ആക്ടിവിറ്റീസിനൊന്നും അത് ബാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും മനസ്സിൽ എനിക്കൊരു അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വേദന ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെഷനിൽ തന്നെ അത് ചെയ്തപ്പോ എനിക്കത് കുറഞ്ഞു. പിന്നെ സാർ പറഞ്ഞ പോലെ തന്നെ എനിക്കത് പിന്നത്തെ ഒരു സെഷനിൽ അതൊന്ന് ചെയ്തപ്പോ ഞാനിപ്പോ അത് ചിന്തിക്കുന്നേ ഇല്ല. എനിക്ക് ആ ഒരു മാറ്റർ എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. ഞാൻ പിന്നെ ചിന്തിക്കാൻ നോക്കുമ്പോൾ അത് മറന്നു. ഞാൻ പിന്നെ എനിക്ക് വേറെ ബ്ലാങ്ക് ആയിട്ടാണ് പിന്നെ എന്റെ ഫുള്ള് കഴിഞ്ഞത്. നല്ലൊരു സെഷൻ ആയിരുന്നു അത്. അതുകൊണ്ട് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. അപ്പൊ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് വന്നു. വീട്ടിലും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അമ്മായിമ്മ കെടുപ്പാണ്. അവിടെ വേറൊരാളാക്കി എന്റെ മോളെ കണ്ണൂരിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടൊക്കെയാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതൊരു വേദായിരുന്നു. താങ്ക് യു സർ.